السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ഹദീദാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിലെ 6-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വഹുവ അലീമുൻ ബിദാത്തി സുദൂർ. അല്ലാഹു അവൻ യൂലിജുൽ ലൈല ഫിൻ നഹാർ, അവൻ രാത്രിയെ പ്രവേശിപ്പിക്കുന്നു. യൂലിജു ഔലജ പ്രവേശിപ്പിക്കുക, വലജ പ്രവേശിച്ചു, ഔലജ പ്രവേശിപ്പിച്ചു. യൂലിജു അവൻ പ്രവേശിപ്പിക്കുന്നു അല്ലൈല രാത്രിയെ ഫിന്നഹാരി പകലിൽ, വയൂലിജു നഹാറ ഫില്ലൈൽ അവൻ പകലിനെ പ്രവേശിപ്പിക്കുന്നു ഫില്ലൈലി രാത്രിയിൽ. വഹുവ അവൻ അലീമുൻ നന്നായി അറിയുന്നവനാണ്, ബിദാത്തി സുദൂർ സുദൂറിലുള്ളതെന്തോ അത്. സദ്റിൻ്റെ ബഹുവചനാണ് സുദൂർ. സദ്ർ എന്നാൽ നെഞ്ച്, നെഞ്ചകങ്ങളിലുള്ളതെന്തോ അഥവാ ഹൃദയങ്ങളിലുള്ളത് എന്താണെന്ന് ഏറ്റവും നന്നായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നോക്കൂ, നമുക്ക് കാണാവുന്ന വലിയ കാര്യങ്ങൾ രാവും പകലും അത് തീരുമാനിക്കുന്നവനും അത് മാറ്റിമറിക്കുന്നവനും അല്ലാഹുവാണ്. അതുപോലെ വളരെ ദഖീഖായ, വളരെ സൂക്ഷ്മമായ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലെ കാര്യങ്ങൾ അതും അല്ലാഹുവിൻ്റെ കയ്യിലാണ്. എല്ലാവർക്കും കാണാവുന്ന രാവും പകലും അത് റബ്ബിൻ്റെ കയ്യിലാണ്. ആർക്കും കാണാൻ കഴിയാത്ത മനുഷ്യ ഹൃദയങ്ങൾ അതും അല്ലാഹുവിൻ്റെ കയ്യിലാണ്. അവനത് മാറ്റിമറിക്കുകയും അവൻ അതിലുള്ളത് അറിയുകയും ചെയ്യുന്നു. അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു ഈ ആയത്തിനെ കുറിച്ച്, യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ. അല്ലാഹു രാത്രിയെ പകലിലും പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഐ ഹുവൽ മുതസർരിഫു ഫിൽ ഖൽഖ്, അവനാണ് അവൻ്റെ സൃഷ്ടികളെ അവൻ്റെ പടപ്പുകളെ മാറ്റിമറിച്ച് അതിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ. യുഖല്ലിബുൽ ലൈല വൻ നഹാർ, അവൻ രാത്രിയെയും പകലിനെയും മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു. വയുഖദ്ദിറുഹുമ, അവൻ അതിനെ കണക്കാക്കുന്നു. അതിൻ്റെ ഖദർ, അതിൻ്റെ അളവ് നിശ്ചയിക്കുന്നവൻ അവനാണ്. ബിഹിക്മതിഹി കമാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതനുസരിച്ച്. എന്നാൽ ബിഹിക്മതിഹി, അവൻ്റെ ഹിക്മത്ത് കൊണ്ടാണത്. അള്ളാഹുവിൻ്റെ ഹിക്മ, അവൻ്റെ മഹത്തായ യുക്തി അതിൻ്റെ പിന്നിലുണ്ട്. ഇതൊന്നും വെറുതെ അല്ല. രാത്രി കൂടുന്നതും കുറയുന്നതും, പകലിൻ്റെ അളവ് കൂടുന്നതും കുറയുന്നതും, അതിൻ്റെ ദൈർഘ്യ വ്യത്യാസങ്ങൾ, ഇതൊന്നും വെറുതെ അല്ല. അതിനെല്ലാം പിന്നിൽ അള്ളാഹുവിൻ്റെ മഹത്തായ ഹിക്മത്തുണ്ട്. അവൻ ഉദ്ദേശിച്ചത് പ്രകാരമേ അത് നടക്കുകയുള്ളൂ. നമുക്കാർക്കെങ്കിലും സാധിക്കുമോ അത് പകലൊന്ന് നീട്ടാൻ, അല്ലെങ്കിൽ അതൊന്ന് കുറക്കാൻ, രാത്രി ഒന്ന് ദീർഘിപ്പിക്കാൻ, അല്ലെങ്കിൽ അതൊന്ന് ചുരുക്കാൻ? ആർക്കാണ് കഴിയുക? ഒരാൾക്കും സാധ്യമല്ല. ലോകത്തെ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ സാധിക്കുമോ? ഇല്ല. മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ സാധിക്കുമോ? ഇല്ല. അള്ളാഹുവാണത് മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നവൻ. ഫതാറതൻ യതൂലുൽ ലൈലു വയഖ്സുറുൻ നഹാർ വതാറതൻ ബിൽ അക്സ്. ചിലപ്പോൾ യതൂലുൽ ലൈൽ രാത്രി ദീർഘിക്കും, വയഖ്സുറുൻ നഹാർ പകൽ അത് ചുരുങ്ങും, വതാറതൻ ബിൽ അക്സ് ചിലപ്പോൾ നേരെ തിരിച്ച്, ചിലപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ. വതാറതൻ യത്റുകുഹുമാ മുഅ്തദിലൈൻ, ചിലപ്പോൾ അവൻ അത് രണ്ടിനെയും ഒരുപോലെയാക്കും. രാത്രിയും പകലും ഒരുപോലെ, ഒരേ ദൈർഘ്യത്തിൽ. വതാറതൻ യകൂനുൽ ഫസ്ലു ശിതാഅൻ സുമ്മ റബീഅൻ സുമ്മ ഖൈറൻ സുമ്മ ഖരീഫ. അതുപോലെ തന്നെയാണ് ഫസൽ, അഥവാ ഓരോ സീസണുകൾ, ഓരോ സമയങ്ങൾ, കാലാവസ്ഥ. ശിത ചിലപ്പോൾ അതാ ശിത ആകുന്നു, തണുപ്പുകാലം. സുമ്മ റബീഅൻ, പിന്നെ റബീഅ് വരുന്നു, വസന്തകാലം വരുന്നു. സുമ്മ ഖൈറൻ, ചൂടുള്ള കാലം വരുന്നു. സുമ്മ ഖരീഫൻ, പിന്നെ അതിനിടയിലുള്ള കാലം വരുന്നു. ചൂടുമല്ല തണുപ്പുമല്ല, ഇല കൊഴിയുന്ന കാലം വരുന്നു. ഇങ്ങനെ വകുല്ലു ദാലിക ബിഹിക്മതിഹി വതഖ്ദീരിഹി,
ഇതെല്ലാം അവൻ്റെ ഹിക്മത്തും അവൻ്റെ തഖ്ദീറും കൊണ്ടാണ്. ലിമ യുരീദുഹു ബി ഖൽഖിഹി, അവൻ്റെ പടപ്പുകളിൽ എന്ത് നടക്കണമെന്നാണോ അവൻ്റെ ഉദ്ദേശം അതിനനുസരിച്ചാണ് ഇതെല്ലാം. വഹുവ അലീമുൻ ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിലുള്ളത് നന്നായി അറിയുന്നവനാണ്. അയ്യഅലമു സറായിറ, അതായത് അവൻ്റെ രഹസ്യങ്ങൾ അറിയുന്നു. വൈൻ ദഖ്ഖത് വഖഫിയത്, അത് വളരെ ചെറുതാണെങ്കിലും വളരെ ജനങ്ങളുടെ കണ്ണിൽ കാണാത്ത രഹസ്യമായതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. ഒരു മുഅ്മിൻ അവൻ്റെ റബ്ബിനെ കുറിച്ച് ചിന്തിച്ചാൽ അവനെല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആശ്വാസമുണ്ടാകും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതുപോലെ ഫഇന്നഹു ലാ ഹുസ്ന മഅ അല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ ദുഃഖമില്ല. അള്ളാഹു ഒരുവൻ്റെ കൂടെ ഉണ്ടോ അവൻ്റെ കൂടെ ദുഃഖമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സാഹിബിനോട് പറഞ്ഞത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. കാരണം ആരുടെ കൂടെയാണോ റബ്ബുള്ളത് അവന് ഹുസ്നില്ല. അള്ളാഹുവിനനുസരിച്ച് തൻ്റെ കൂടെ റബ്ബുണ്ട് എന്ന സന്തോഷം എപ്പോഴും അവനുണ്ടാകും. അവൻ്റെ യഥാർത്ഥ സന്തോഷം റബ്ബിനെ കൊണ്ടാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ റഹ്മത്തും കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് അള്ളാഹു പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും അവൻ തരുന്നതാണ്. അവനുള്ളത് കൊണ്ടാണ് അതുണ്ടായിട്ടുള്ളത്. റബ്ബുള്ളത് കൊണ്ടാണ് അവൻ്റെ ഫദ്ലും അവൻ്റെ റഹ്മത്തും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ റബ്ബിനെ കൊണ്ട് സന്തോഷിക്കുന്നവനാണ് മുഅ്മിൻ. അവൻ ജനങ്ങൾ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ ദുനിയാവിലെ കാര്യങ്ങൾ കൊണ്ടോ സന്തോഷിക്കുന്നതിനേക്കാളൊക്കെ യഥാർത്ഥ മുഅ്മിൻ, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് മനസ്സിൽ നിറഞ്ഞ മുഅ്മിൻ റബ്ബ് തൻ്റെ കൂടെ ഉണ്ട് എന്നതിൽ സന്തോഷിക്കും. കാരണം അവൻ്റെ കൂടെയുള്ള റബ്ബ് ഇങ്ങനെയുള്ളവനാണ്. അവൻ്റെ കയ്യിലാണെല്ലാം. യൂലിജുൽ ലൈല ഫിൻ നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വഹുവ അലീമുൻ ബിദാത്തി സുദൂർ. അതോടൊപ്പം അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് എങ്ങനെയുള്ള മഹബ്ബത്താണ്? തഅളീമോടെയുള്ള മഹബ്ബത്താണ്, ഇജ്ലാലോടെയുള്ള മഹബ്ബത്താണ്. വെറും സ്നേഹമല്ല, മറിച്ച് അങ്ങേയറ്റത്തെ മഹത്വം അവന് കൽപ്പിച്ചുകൊണ്ട് അവനുള്ള സ്ഥാനം കൽബിൽ വളരെ വലുതായിക്കൊണ്ട് ആണ് അവനെ സ്നേഹിക്കുന്നത്. അപ്പോഴേ എന്തുണ്ടാവുകയുള്ളൂ? അവൻ ഇഷ്ടമല്ലാത്തത് ചെയ്യാതിരിക്കുകയുള്ളൂ, അവൻ്റെ വെറുപ്പ് നേടിത്തരുന്നത് ചെയ്യാതിരിക്കുകയുള്ളൂ. തഅളീമോടെയുള്ള മഹബ്ബത്താണത്, ഇജ്ലാലോടെയുള്ള മഹബ്ബത്താണത്. അവൻ്റെ മുന്നിൽ നിന്നാൽ കണ്ണുകൾ മുഅ്മിൻ താഴ്ത്തുന്നു, മുകളിലേക്ക് അവൻ നോക്കുന്നില്ല, കണ്ണുകൾ താഴ്ത്തി നിൽക്കുന്നു. അങ്ങേയറ്റത്തെ തഅളീമോടെ, അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെ, അങ്ങേയറ്റത്തെ മഹത്വം റബ്ബിന് കൽപ്പിച്ചുകൊണ്ട്. കാരണം അവൻ ഇങ്ങനെയുള്ള റബ്ബാണ്. അല്ലാഹു പറയുന്നു ആമിനു ബില്ലാഹി വറസൂലിഹി വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി ഫല്ലദീന ആമനൂ മിൻകും വഅൻഫഖൂ ലഹും അജ്റുൻ കബീർ. ആമിനു ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുക. വഅൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുക. മിമ്മാ ജഅലകും, ഏതിലാണോ അള്ളാഹു നിങ്ങളാക്കിയിട്ടുള്ളത്, മുസ്തഖ്ലഫീന ഫീഹി, മുസ്തഖ്ലഫുകളാക്കിയിട്ടുള്ളത് അഥവാ അനന്തരാവകാശികളാക്കിയിട്ടുള്ളത്. ഖലഫൻ ഖലഫൻ, അനന്തരാവകാശികളായി അനന്തരമെടുത്താണ് ഈ ഭൂമിയുടെ അവകാശികളായി നമ്മൾ മാറിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്ഥലം അത് മുമ്പ് വേറെ ഒരാളുടേതായിരുന്നു. നമ്മൾ സഞ്ചരിക്കുന്ന ഭൂമി മറ്റൊരാളുടേതായിരുന്നു. ഈ സമ്പത്ത് മറ്റൊരാളുടേതായിരുന്നു. അത് നമ്മുടെ കയ്യിലേക്ക് വേറെ ആളുകളുടെ കൈകളിൽ അതുണ്ടായിരുന്നതിന് ശേഷം എത്തിയതാണ്. ഇതുപോലെയാണ് ഇനിയും അത് വേറെ ആളുകളിലേക്ക് നീങ്ങും. അതാണ് പറഞ്ഞത്. നിങ്ങൾ ചെലവഴിക്കുക. എങ്ങനത്തെ സ്വത്താണത്? നിങ്ങളുടെ കൂടെ പിറന്നു വീണ സ്വത്തല്ല അത്, മറിച്ച് നിങ്ങൾ ചെലവഴിക്കുക. മിമ്മ, ഒന്നിൽ നിന്ന്, ജഅലകും, അല്ലാഹു ആക്കിയിരിക്കുന്നു, മുസ്തഖ്ലഫീന ഫീഹി, നിങ്ങളെ അതിൽ മുസ്തഖ്ലഫാക്കിയിരിക്കുന്നു. അഥവാ നിങ്ങൾക്കത് അനന്തരമായി കിട്ടിയതാണ്. നിങ്ങളിൽ നിന്നത് മറ്റുള്ളവരിലേക്ക് നീങ്ങുകയും ചെയ്യും. ഫല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ ആരാണോ മുഅ്മിനുകളായത്, അല്ലാഹുവിലും അവൻ്റെ ദീനിലും വിശ്വസിച്ചവരായത്, വഅൻഫഖൂ, ചെലവഴിക്കുകയും ചെയ്തത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ, ലഹും അജ്റുൻ കബീർ, അവർക്ക് വലിയ പ്രതിഫലമുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു,
أمر تبارك وتعالى بالإيمان به وبرسوله على الوجه الأكمل. അള്ളാഹു അവനിലും അവൻ്റെ റസൂലിനും പൂർണ്ണമായ രൂപത്തിൽ വിശ്വസിക്കാൻ നമ്മോട് കൽപ്പിക്കുന്നു. അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കണം എന്നത് റബ്ബിൻ്റെ കൽപ്പനയാണ്. ആമിനു ബില്ലാഹി വറസൂലിഹി വദ്ദവാമി വസ്സബാതി അലാ ദാലിക വൽഇസ്തിംറാർ. അതുപോലെ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നു അതിൽ തുടരണമെന്നും ആ ഈമാനിൽ ഉറച്ചു നിൽക്കണമെന്നും അതിൽ നിലനിൽക്കണമെന്നും. وحتى على الإنفاق مما جعلكم مستخلفين فيه. അതുപോലെ അള്ളാഹു നമ്മെ പ്രേരിപ്പിച്ചിരിക്കുന്നു നമ്മെ അള്ളാഹു അനന്തരാവകാശികളാക്കിയ സ്വത്തിൽ നിന്ന് ചെലവഴിക്കാൻ. ഐ മിമ്മാ ഹുവ മഅകും അലാ സബീലിൽ ആരിയ. അതായത് നിങ്ങൾ മുസ്തഖ്ലഫുകളാക്കി എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്വത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് അലാ സബീലിൽ ആരിയ, വെക്കാൻ തന്നതുപോലെയാണ്. ഇത് നമ്മളെ ഏൽപ്പിച്ച് പോയതാണ്, നമ്മളെ ഏൽപ്പിച്ച സ്വത്താണിത്. അഥവാ ഇത് തിരിച്ചു കൊടുക്കേണ്ടി വരും, നമുക്കിത് കൊണ്ടുപോകാൻ സാധ്യമല്ല. فإنه قد كان في أيدي من قبلكم ثم صار إليكم. ഇത് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നവരുടെ കയ്യിലായിരുന്നു, ഇന്നത് നിങ്ങളുടെ കയ്യിലെത്തി. فأرشد الله تعالى. അപ്പോൾ ഇത് അള്ളാഹു നമ്മെ അറിയിച്ചു തരുന്നു, നമുക്ക് വഴി കാണിച്ചു തരുന്നു. إلى استعمال ما استخلفتم فيه من المال في طاعته. ഇങ്ങനെ നമുക്ക് അനന്തരമായി കിട്ടിയ സ്വത്ത് അള്ളാഹുവിനനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ വിനിയോഗിക്കാൻ. അള്ളാഹു വിരോധിച്ച കാര്യത്തിൽ ഒരിക്കലും അത് ചെലവാക്കരുത്, റബ്ബ് കൽപ്പിച്ചതിൽ ചെലവാക്കുക. ഫൈൻ തഫഅലു, നിങ്ങളങ്ങനെ ചെയ്താൽ വഇല്ലാ ഹാസിബുക്കും അലൈഹി വആഖിബുക്കും ലിതർക്കിക്കുമുൽ വാജിബാതി ഫീഹി. നിങ്ങളങ്ങനെ ചെയ്തില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യുന്നവനാണ്, നിങ്ങളോട് കൽപ്പിച്ചത് ഒഴിവാക്കിയതിന് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നവനാണ്. വഖൗലുഹു തആല മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി. നിങ്ങളെ അള്ളാഹു അനന്തരാവകാശികളാക്കിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്നല്ലാഹു പറഞ്ഞത് ഫീഹി ഇഷാറ, അതിലൊരു സൂചനയുണ്ട്. എന്താണ് സൂചന? ഇലാ അന്നഹു സയകൂനു മുഖല്ലഫൻ അൻക. നിനക്ക് അനന്തരമായി കിട്ടിയതാണ്, അതുപോലെ നീയും നിന്നിൽ നിന്നും ഇത് അനന്തരമായി എടുക്കപ്പെടും. ഫലഅല്ല വാരിസുക അൻ യുതീഅ അല്ലാഹ ഫീഹി ഫയകൂനു അസ്അദ ബിമാ അൻഅമ അല്ലാഹു ബിഹി അലൈക മിൻക. നമ്മളിൽ നിന്ന് ഈ സ്വത്ത് അനന്തരാവകാശിക്ക് കിട്ടിയാൽ ഒന്നുകിൽ അവൻ എന്ത് ചെയ്യും? നമ്മിൽ നിന്ന് അനന്തരമായി കിട്ടിയവൻ ഒന്നുകിൽ എന്ത് ചെയ്യും? അവനത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് റബ്ബിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവാക്കും. അപ്പോൾ അവൻ അവസാനം ആരായി മാറി? നമ്മെക്കാൾ സൗഭാഗ്യവാനായി മാറി. നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കതുകൊണ്ട് സൗഭാഗ്യം കിട്ടിയില്ല. മറിച്ച് നമ്മിൽ നിന്ന് അനന്തരം എടുത്തവർ അതുകൊണ്ട് സൗഭാഗ്യവാന്മാരായി, നല്ല കാര്യത്തിന് ചെലവഴിച്ചുകൊണ്ട്. അല്ലെങ്കിലോ അല്ലെങ്കിൽ അവൻ നമ്മിൽ നിന്ന് അനന്തരമായി കിട്ടിയ സ്വത്തുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത പ്രവർത്തനം ചെയ്യും. അവന് ആ പാപത്തിലും ശത്രുതാപരമായ തെറ്റായ കാര്യത്തിലും സഹായിച്ചവൻ ആരായി? അപ്പോൾ നമ്മളായി മാറി. നമുക്ക് രണ്ട് നിലക്കും നമുക്കത് നഷ്ടമായി. എന്നാൽ നമ്മളത് ഖൈറായതിൽ ചെലവഴിച്ചാൽ നമ്മളാണ് സൗഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ സ്വത്തൊന്നാകെ നമ്മൾ അനന്തരാവകാശികൾക്കൊന്നും വിട്ടുകൊടുക്കാതെ നമ്മളൊന്നാകെ തീർക്കണം എന്നൊരിക്കലും ഇതിന് ഉദ്ദേശമില്ല. എന്നാൽ ഖൈറായ കാര്യത്തിന് ചെലവഴിക്കാതെ പിടിച്ചു വച്ചാൽ അത് നമുക്ക് നഷ്ടമായി തീരും. എന്നിട്ട് പ്രസിദ്ധമായ ഒരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി റിവായത്ത് ചെയ്ത ഹദീസ് ഇമാം ഇബ്നു കസീർ ഇവിടെ ഉദ്ധരിച്ചു. സഹീഹ് മുസ്ലിമിൽ കാണാം ഈ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. വഹുവ യഖൂൽ, നബി അപ്പോൾ ഇങ്ങനെ പറയുകയാണ്, അൽഹാകും അത്തകാസുർ, നിങ്ങൾ അശ്രദ്ധയിലാക്കി കളഞ്ഞിരിക്കുന്നു. തക്കാസുർ എന്നാൽ അവനവൻ്റെ കയ്യിൽ കൂടുതലുണ്ട് എന്ന് ഭാവിക്കുക, അതിനാണ് തക്കാസുർ എന്ന് പറയുക.
തകാസുർ, അൽഹാക്കും തകാസുർ. നിങ്ങളെ തകാസുർ എന്നത് നിങ്ങൾ അശ്രദ്ധയിലാക്കി കളഞ്ഞിരിക്കുന്നു. പരസ്പരം പെരുമ നടിക്കുക, എൻ്റെ കയ്യിലാണ് കൂടുതലുള്ളത് എന്ന് നടിക്കുക. അത് സമ്പത്തിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഒരുപാട് കാര്യത്തിലാവാം. നമ്മുടെ സംസാരങ്ങളിലേക്ക് നമ്മളൊന്ന് മടങ്ങിയാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് നമുക്കത് മനസ്സിലാവും. നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് തകാസുറിന് വേണ്ടിയായിരിക്കും. ഒന്നിക്ക് നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഞാൻ അപ്പം അങ്ങനെ ചെയ്തു, ഒന്നിക്ക് നമ്മുടെ അറിവോ അല്ലെങ്കിൽ നമ്മുടെ ധീരതയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു മെച്ചം, അത് ജനങ്ങൾ അറിയിക്കാൻ നമ്മൾ പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എന്തിനാണ് അത് പറഞ്ഞതെന്ന് ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തിനായിരുന്നു എന്ന് ചിന്തിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. പലതും ഇതിനു വേണ്ടിയാണ് പറഞ്ഞത്, തകാസുറിന് വേണ്ടി പറഞ്ഞതാണ്. അൽഹാകുമു തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഖബറിടങ്ങളിൽ സന്ദർശിക്കുന്നത് വരെ, അതോ മരിച്ച് ഖബറിടത്തിലെത്തുന്നത് വരെ ഈ തകാസുർ നിങ്ങളെ അശ്രദ്ധയിലാക്കി കളഞ്ഞിരിക്കുന്നു. അത് മനുഷ്യൻ്റെ പൊതു സ്വഭാവമാണ്. എന്നാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നവൻ ആരാണ്? അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അള്ളാഹുവിന് വേണ്ടി സംസാരിക്കുന്നവൻ, റബ്ബിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടി വാക്കും പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് തിരിച്ചു വെച്ചവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അൽഹാകുമു തകാസുർ യഖൂലു ഇബ്നു ആദമ മാലി മാലി. ആദമിൻ്റെ പുത്രൻ അതാ പറയുന്നു, മാലി മാലി, എൻ്റെ സ്വത്ത് എൻ്റെ സ്വത്ത്, എൻ്റെ പൈസ എൻ്റെ പൈസ, എൻ്റെ പറമ്പ്, എൻ്റെ സ്വർണം, എൻ്റെ അക്കൗണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വഹല്ലക മിൻ മാലിക്, ഓ മനുഷ്യ നിനക്ക് നിൻ്റേതായി ഉണ്ടോ? വഹല്ലക മിൻ മാലിക്, നിന്റെ സ്വത്തിൽ നിന്ന് നിൻ്റേതായി നിനക്കുണ്ടോ? ഇല്ലാ മാ അകൽത ഫഅഫ്നൈത്, നീ തിന്നു തീർത്തതല്ലാതെ. ഔ ലബിസ്ത ഫഅബ്ലൈത്, അല്ലെങ്കിൽ നീ ധരിച്ച് ദ്രവിച്ചു പോയതല്ലാതെ. നമ്മളൊന്നിൽ ഭക്ഷണമായി കഴിച്ചു, അല്ലെങ്കിൽ കുപ്പായമായി ഉടുത്തു. ഔ തസദ്ദഖത ഫഅംദൈത്, അല്ലെങ്കിൽ നീ സദഖ കൊടുത്തു തീർത്തത്, സദഖ കൊടുത്തു, ഇതൊക്കെ നിൻ്റെതാണ്. ബാക്കി ആരതാ? വമാ സിവാ ദാലിക ഫദാഹിബുൻ വതാരികുഹു ലിന്നാസ്. ബാക്കി അവിടെ സൂക്ഷിച്ചു വെച്ചത് അവൻ അത് ഉപേക്ഷിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ച് അവൻ പോകും. സൂക്ഷിച്ചു വെച്ച് നമ്മളല്ല, അത് നാമല്ല ഉപയോഗിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖയിൽ ഏറ്റവും അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ സദഖ, ഏറ്റവും പ്രതിഫലം കിട്ടുന്ന സദഖ ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് ആരോഗ്യമുണ്ടായിരിക്കെ. ആരോഗ്യം ഉണ്ടായിരിക്കുന്ന അവസ്ഥയുടെ പ്രത്യേകത എന്താ? ആരോഗ്യമുണ്ടാകുമ്പോൾ കയ്യിലുള്ള സ്വത്ത് അനുഭവിക്കാൻ അവന് കഴിയും. ആരോഗ്യം ഉണ്ടായാലും അത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത ലിസ്റ്റിലേക്ക് പോയ രോഗികളുണ്ടാവും. നസ്അലുല്ലാഹൽ ആഫിയ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മിലെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത ലിസ്റ്റിലേക്ക് മാറിപ്പോയ ആളുകൾ, അവർക്ക് പിന്നെ ആ കാര്യത്തിൽ അവൻ്റെ സമ്പത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. എന്നതുപോലെ പലതും കിടപ്പിലായ രോഗികൾ, എന്താണവർ അവരുടെ സമ്പത്ത് കൊണ്ട് അനുഭവിക്കുക? കിടക്കുന്ന കട്ടിൽ നന്നാക്കുകയോ അതിൽ മോടി പിടിപ്പിക്കുകയോ എന്താണ് ചെയ്യുക? അപ്പോൾ ആരോഗ്യമുണ്ടായിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യമുണ്ടായിരിക്കുക. ഷഹീഹ്, അവന് സമ്പത്തിനോട് മോഹവുമുണ്ട്, ആഗ്രഹമുണ്ട്. തഅമലുൽ ഗിന വതഖാഫുൽ ഫഖർ, ദാരിദ്ര്യത്തെ പേടിക്കുന്നുണ്ട്. കാരണം തീർന്നു പോകുമ്പോൾ ഒന്ന് പേടിയുണ്ട്. ഇനിയും കിട്ടാൻ സമ്പന്നത അവൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ആ സമയത്ത് ഒരു മുസ്ലിം തൻ്റെ സമ്പത്തിൽ നിന്ന് സദഖ കൊടുത്താൽ വലിയ പ്രതിഫലമാണ് അതിനുള്ളത്. അഫ്ളലായ സദഖയാണ്. എന്നാൽ ശൈത്താൻ നമ്മളെ പിടിച്ചു വെക്കുന്ന സമയമാണത്. ആ സമയത്ത് നമുക്ക് കൊടുക്കാനുള്ള കൊടുത്താൽ വളരെ ഹൈറാകുമെന്ന് നമുക്ക് തോന്നുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു അവസ്ഥ നമ്മുടെ മുന്നിൽ റബ്ബ് കൊണ്ടുവന്നു തന്നു. ആ സമയത്ത് ശൈത്താൻ നമ്മളെ പിടിക്കും. ആ സമയത്ത് തൻ്റെ ഹവയെ തോൽപ്പിച്ച്, തൻ്റെ ദേഹേച്ഛയെ തോൽപ്പിച്ച് ഒരാൾക്ക് കൊടുക്കാൻ സാധിച്ചോ, അവന് വലിയ ഖൈറാണ് കിട്ടിയിട്ടുള്ളത്. വഫഖനില്ലാഹു വയ്യാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ അതിൻ്റെ ബാക്കിയിൽ കാണാം, നിങ്ങളിൽ ഒരാളും നീട്ടിവെക്കരുത്. നീട്ടി വെച്ചിട്ട് അവസാനം റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ അവൻ പറയും, ഹാദാ ലി ഫുലാൻ, ഹാദാ ലി ഫുലാൻ, ഇത് ഇന്നയാൾ കൊടുക്കണം, ഇത് ഇന്നയാൾ കൊടുക്കണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഖദ് കാന ലി ഫുലാൻ, വഖദ് കാന ലി ഫുലാൻ. അതൊക്കെ ഓരോരുത്തർ ആയിക്കഴിഞ്ഞു, നീ ഇനി പറയേണ്ട ആവശ്യമില്ല. മരിക്കാൻ നേരത്തെ ഇനി ഇത് ഇയാൾക്ക് എന്ന് പറഞ്ഞാൽ അതിന് പറയേണ്ട ആവശ്യം, അതൊക്കെ അവരുടെ ആയിക്കഴിഞ്ഞു. അതിലേക്ക് നീട്ടിവെക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം സദഖ അത് ബുർഹാനാണ്. റസൂലുള്ള പറഞ്ഞു വസ്സദഖതു ബുർഹാൻ, ദാനധർമ്മം എന്നത് ബുർഹാനാണ്, തെളിവാണ്. ഒരാൾക്ക് ഈമാനുണ്ട് എന്നതിനുള്ള തെളിവാണ്. കാരണം ഈമാൻ ഇല്ലെങ്കിൽ എന്തിനാണ് അയാളുടെ സ്വത്ത് അയാൾക്ക് ഇഷ്ടമുള്ളത് അയാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്? അയാൾക്ക് ഈമാനുണ്ട് എന്നതിനുള്ള തെളിവാണ്. അതാണ് ഇവിടെ അള്ളാഹു പറഞ്ഞത് വഅൻഫിഖൂ മിമ്മാ ജഅലക്കും മുസ്തഖ്ലഫീന ഫീഹ്, നിങ്ങളെ അള്ളാഹു അനന്തരാവകാശികളാക്കിയ അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. ഫല്ലദീന ആമനൂ മിൻകും വഅൻഫഖൂ ലഹും അജ്റുൻ കബീർ. ഫല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് ഈമാനും മുഅ്മിനുകളായവരാരോ, വഅൻഫഖൂ ചെലവഴിച്ചവരാരോ, ലഹും അജ്റുൻ കബീർ, അവർക്ക് വലിയ പ്രതിഫലമുണ്ട്. അതായത് ഇതെന്താണ് ഇബ്നു കസീർ പറയുന്നു, തർഗീബുൻ ഫിൽ ഈമാനി വൽ ഇൻഫാഖി ഫിത് ത്വാഅ, ഈമാൻ അതിലേക്കുള്ള പ്രേരണയാണ്. ചെലവഴിക്കുക, ഖൈറായതിൽ ചെലവഴിക്കുക, അതിനുള്ള പ്രേരണയാണ് ഈ ആയത്ത്. ثم قال تعالى, എന്നിട്ടിതാ അള്ളാഹു പറയുന്നു അടുത്ത ആയത്ത് എന്താണ്, وما لكم لا تؤمنون بالله والرسول يدعوكم لتؤمنوا بربكم وقد أخذ ميثاقكم إن كنتم مؤمنين. وما لكم لا تؤمنون بالله, അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായം? അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? പിന്നെ ആരിലാണ് വിശ്വസിക്കേണ്ടത്? അള്ളാഹുവിൽ വിശ്വാസമില്ലെങ്കിൽ, അവൻ മാത്രമാണ് ഇലാഹ് എന്ന വിശ്വാസമില്ല, പിന്നെന്ത് വിശ്വസിക്കണം? ഇസ്ലാം തെറ്റാണെന്ന് പറയുന്നവർ നമുക്കിതിന് പകരം എന്താ അവർക്ക് പറഞ്ഞുതരാനുള്ളത്? എന്താണ് പറഞ്ഞുതരാനുള്ളത്? ശിർക്കോ കുഫ്റോ നിഷേധമോ? ഇതിനേക്കാൾ നല്ല മാർഗം ഏതുണ്ട്? ഒരിക്കലുമില്ല. ഇതാണ് അള്ളാഹു അവതരിപ്പിച്ച ഹക്ക്. വമാ ലക്കും ലാ തുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം? വർ-റസൂലു യദ്ഊക്കും, റസൂലാകട്ടെ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഹാലെന്താ? വർ-റസൂലു യദ്ഊക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കുന്നു. ലിതുഅ്മിനു ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കാൻ. വഖദ് അഖദ മീസാഖക്കും, അള്ളാഹു നിങ്ങളിൽ നിന്ന് കരാർ വാങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഫായിൽ റസൂലിലേക്ക് മടങ്ങും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കരാർ വാങ്ങിയിരിക്കുന്നു. രണ്ടിൽക്കും അതിനർത്ഥം പറയാം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. ഇമാം ഇബ്നു കസീർ പറയുന്നു വമാ ലക്കും ലാ തുഅ്മിനൂന ബില്ലാഹ്, എന്താണ് അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം എന്ന് പറഞ്ഞാൽ, ഐ വഅയ്യു ഷൈഇൻ യംനഉക്കും മിനൽ ഈമാൻ, ഈമാനിൽ നിന്ന് നിങ്ങളെ തടയുന്നത് എന്താണ്? വർ റസൂലു ബൈന അദ്ഹുരിക്കും, റസൂൽ നിങ്ങളുടെ കൂടെയുണ്ട്. അഥവാ ഈ ആയത്തിറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യാണ്, അവിടുന്ന് ജീവിച്ചിരിക്കുന്നു. അവിടുന്ന് നിങ്ങളെ വിളിക്കുന്നു ഇലാ ദാലിക്, അതിലേക്ക്. വയുബയ്യിനു ലക്കുമുൽ ഹുജജ വൽ ബറാഹീന അലാ സിഹ്ഹത്തി മാ ജാഅക്കും ബിഹ്, നബി കൊണ്ടുവന്നത് സത്യമാണ് എന്നതിനുള്ള തെളിവുകൾ അവിടുന്ന് നിങ്ങൾക്ക് വിവരിച്ചു തരികയും ചെയ്യുന്നു. ഇന്നാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുണ്ട്. അള്ളാഹുവിൽ ഈ ദീനിൽ വിശ്വസിച്ചവരാരാ? ബുദ്ധിയില്ലാത്ത ആളുകളല്ല, മറിച്ച് ഏറ്റവും നല്ല ബുദ്ധിയുള്ള അള്ളാഹുവിൻ്റെ നബിമാരാണ്. ഏറ്റവും നല്ല ജീവിതം ജീവിച്ച ആളുകളാണ്. ഇതിൻ്റെ ആളുകൾ ആരാണെന്ന് നമ്മൾ നോക്കണം. അതാണ് അള്ളാഹു പറഞ്ഞത്, ഷഹീദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് സാക്ഷ്യം വഹിച്ചത് അള്ളാഹും അവൻ്റെ മലക്കുകളും ഇൽമുള്ളവരുമാണ്. ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകളുടെ മാർഗമല്ല ഇസ്ലാം, മറിച്ച് അതീവ ബുദ്ധിയും വലിയ വിജ്ഞാനവും നല്ല ജീവിതവും നയിച്ച ആളുകൾ മുസ്ലിമീങ്ങളായിരുന്നു. അവരാണ് നമ്മുടെ മുൻഗാമികൾ, അവരുടെ മാർഗമാണ് ഇസ്ലാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവുകൾ നിങ്ങൾക്ക് വിവരിച്ചു തന്നു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കെ റസൂലിൽ വിശ്വസിക്കാതിരിക്കാൻ യാതൊരു ന്യായവുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത കാലത്തോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത കാലത്ത് ഈ ദീനിൽ വിശ്വസിച്ചവർക്ക് അങ്ങനെ ഒരു ഫദ്ലുണ്ട്. എന്ത് ഫദ്ൽ? റസൂലിനെ കാണാതെ വിശ്വസിച്ചു എന്നത്. അതാണ് ചില ഘട്ടങ്ങളിൽ പിൻഗാമികൾക്ക് ചില ഫദ്ലുണ്ടാവും. ചില ഹദീസുകൾ കാണാം, ഫിത്ന വരുന്ന കാലം
ദീന് മുറുകെ പിടിച്ചാൽ തീക്കട്ട കൈ പിടിച്ചവനെ പോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് ഒരാൾക്ക് എത്ര പ്രതിഫലം ഉണ്ടാവും? 50 സഹാബിയുടെ പ്രതിഫലം. അപ്പോൾ സഹാബിയോട് ചോദിച്ചു, നബിയെ അവരിൽ 50 ഞങ്ങൾക്കാണല്ലോ, നമ്മൾ 50 അവർക്കാണോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നിങ്ങളിൽ 50 പേരുടെ പ്രതിഫലം അവരുടെ ഒരാൾക്കുണ്ടാവും. ഇതിനർത്ഥം എന്തല്ല? പിൽക്കാലത്ത് വരുന്ന ആളുകൾ സഹാബികളെക്കാൾ ശ്രേഷ്ഠരാണ് എന്നല്ല, അങ്ങനെയല്ല അതിനർത്ഥം. പിന്നെന്താ? ചില ഘട്ടങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ചില അമലുകൾക്ക് വലിയ പ്രതിഫലം ഉണ്ടാവും, വലിയ പ്രതിഫലം ഉണ്ടാവും. മാത്രമല്ല ഖിയാമത്ത് നാൾ വരെയുള്ള ഓരോ മുഅ്മിന്റെ പ്രതിഫലം സഹാബികൾക്കുണ്ട്. കാരണം അവർ വഴിക്കാണ് ദീൻ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനുകളുടെ പ്രതിഫലം മുഴുവൻ സഹാബിമാർക്കുണ്ട്. സഹാബികൾക്കുള്ള വലിയ ശ്രേഷ്ഠതക്കുള്ള ഒരു കാരണത, നബിമാർക്കുള്ള ശ്രേഷ്ഠത ഒന്നതാണ്. കാരണം അനുയായികളുടെ പ്രതിഫലം മുഴുവൻ നബിക്ക് കിട്ടും. ആ നിലക്ക് നോക്കിയാലും അഫ്ദൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്രയും അനുയായികൾ, ഉമ്മത്തുൽ ഇജാബ, റസൂലുള്ളാഹിന്റെ വിളിക്കുത്തരം നൽകിയ, ഇസ്ലാം സ്വീകരിച്ച ആളുകൾ വേറൊരു നബിക്കുണ്ടായിട്ടില്ല. അപ്പോൾ സഹാബിമാർ അവർക്ക് പ്രതിഫലം ഇങ്ങനെയുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില ഫضൽ പിൻഗാമികൾക്കുണ്ട്. നമുക്ക് സന്തോഷം നൽകുന്ന ചില ഹദീസുകൾ കാണാം. അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഇമാം ഇബ്നു കസീർ കൊടുത്തിട്ടുള്ള ഒരു അത്ഭുതകരമായ ഹദീസ്. ശ്രദ്ധിക്കുക എല്ലാവരും. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ ഹദീസ് ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസ് ആദ്യകാലത്ത് അദ്ദേഹം ഇത് ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം തറാജു ചെയ്തു, അഥവാ ഈ ഹദീസിൻ്റെ സനദ് അദ്ദേഹം ഹസനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും തിരുത്തുകയും ചെയ്ത ഒരു ഹദീസാണ്. നമുക്ക് സന്തോഷം നൽകുന്ന ഒരു ഹദീസാണിത്. എന്താണ്? അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അഅജബു ഇലൈക്കും ഈമാന, അയ്യുൽ മുഅ്മിനീന അഅജബു ഇലൈക്കും ഈമാന, മുഅ്മിനുകളിൽ ആരുടെ ഈമാനിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നത്? അത്ഭുതം തോന്നുന്ന ഈമാൻ എന്നാണ്. നമ്മളെക്കാൾ ഈമാൻ ഉണ്ടായിരുന്നു സഹാബിമാർക്ക്, പക്ഷേ അജബ് വേറെയാണ്. അത്ഭുതം തോന്നുന്ന ഈമാൻ ആരുടേതാണ്? അപ്പോൾ സഹാബത്ത് പറഞ്ഞാൽ മലായിക, മലക്കളുടെ ഈമാനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ ലഹും ലാ യുഅ്മിനൂന വഹും ഇൻദ റബ്ബിഹിം, അവർക്ക് മുഅ്മിനുകളാകാതിരിക്കാൻ, ഈമാൻ സ്വീകരിക്കാതിരിക്കാൻ എന്ത് ന്യായം? അവർ അള്ളാഹിൻ്റെ അരികിലല്ലേ, അവരുടെ റബ്ബിൻ്റെ അരികിലാണ് അവരുള്ളത്. ഖാലു, അപ്പോൾ സഹാബിമാർ പറഞ്ഞു, ഫൽ അംബിയ, പിന്നെ നബിമാരാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ ലഹും ലാ യുഅ്മിനൂൻ, അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ എന്ത് ന്യായം? വൽ വഹ്യു യൻസിലു അലൈഹിം, അവർക്കാണല്ലോ വഹി ഇറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ നബിമാർക്കാൾ ശ്രേഷ്ഠരാണ് ബാക്കിയുള്ളവരെന്നാണോ? അല്ല, ഇത് അജബ് വേറൊരു വിഷയമാണ്, അത്ഭുതം വേറൊരു കാര്യമാണ്. ഖാലു, അപ്പോൾ സഹാബിമാർ പറഞ്ഞു, ഫനഹ്നു, എന്നാ ഞങ്ങളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ ലക്കും ലാ തുഅ്മിനൂൻ വഅന ബൈന അദ്ഹുരിക്കും, നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ എന്ത് ന്യായം? ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കെ, ഞാൻ നിങ്ങളുടെ നടുവിലുണ്ടായിരിക്കെ. വലാകിൻ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിൻ അഅജബുൽ മുഅ്മിനീന ഈമാന, മുഅ്മിനുകളിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ ഈമാൻ ആരുടേതാണ്? ഖൗമുൻ, ഒരു വിഭാഗമാണ്. യജീഊന ബഅദക്കും, നിങ്ങൾക്ക് ശേഷം വരുന്നവരാണവർ. യജിദൂന സുഹുഫൻ, അവർ കാണുന്നു. എന്താണ് അവർ കാണുന്നത്? കുറേ ഏടുകളാണ്, കിതാബുകളാണ്. അവർ റസൂലിനെ കണ്ടിട്ടില്ല, അള്ളാഹുവിനെ കണ്ടിട്ടില്ല. മറിച്ച് അവർ ചില സുഹഫുകൾ, കിതാബുകൾ അവർ കാണുന്നു. യുഅ്മിനൂന ബിമാ ഫീഹാ, അതിലുള്ളതിൽ അവർ വിശ്വസിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ശേഷം വരുന്നവർക്ക് അതാണല്ലോ സ്ഥിതി, കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഉള്ളത്. അപ്പോൾ അവരുടെ ഈമാനാണ് ആജബുൽ ഈമാൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അടുത്ത ചില ഹദീസുകളിൽ അതുപോലെ വേറെ ചില വാക്കുകൾ കാണാം. പിൽക്കാലത്ത് വരുന്ന ചില ആളുകൾ അവരെന്നെ കാണാൻ ആഗ്രഹിക്കുന്നു, എന്നെ അവർ കണ്ടിട്ടില്ല, എന്നാൽ എന്നെ അവർ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പുകഴ്ത്തി പറഞ്ഞ വാക്കുകൾ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ.
വഖദ് അഖദ മീസാഖക്കും ഇൻ കുൻതും മുഅ്മിനീൻ വഖദ് അഖദ മീസാഖക്കും നിങ്ങളോട് കരാർ വാങ്ങിയിരിക്കുന്നു. ആരാണ് കരാർ വാങ്ങിയത്? ഇമാം ഇബ്നു കസീർ പറഞ്ഞു കമാ ഖാല തആല വദ്കുറു നിഅമതല്ലാഹി അലൈക്കും വമീസാഖഹു അല്ലദി വാസഖക്കും ബിഹി ഇദ് ഖുൽതും സമിഅ്നാ വഅതഅനാ. വദ്കുറു നിങ്ങൾ ഓർക്കുക നിഅമതല്ലാഹി അലൈക്കും അല്ലാഹുവിന്റെ അനുഗ്രഹം വമീസാഖഹു അല്ലദി വാസഖക്കും ബിഹി നിങ്ങൾ അവനോട് ചെയ്ത കരാറും നിങ്ങൾ ഓർക്കുക. ഇദ് ഖുൽതും സമിഅ്നാ വഅതഅനാ നിങ്ങൾ ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ. എന്നിട്ട് ഇബ്നു കസീർ പറഞ്ഞു വയാനി ബിദാലിക ബൈഅത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുൻഗാമികൾ സഹാബികൾ റസൂലിന് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, അതാണ് ഇവിടെ ഉദ്ദേശം. എന്നാൽ ഇമാം ഇബ്നു ജരീർ തബ്രി അദ്ദേഹം പറഞ്ഞു ഇത് ഇവിടെ കരാർ എന്നതുകൊണ്ട് ഉദ്ദേശം അള്ളാഹു മനുഷ്യരോട് മുഴുവൻ അവർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിലായിരിക്കെ കരാർ വാങ്ങിയിട്ടുണ്ട്. അത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വഇദാ ഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ശഹിദ്നാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ വകുന്നാ ദുർരിയതൻ മിൻ ബഅദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ. വഇദ് അഖദ റബ്ബുക നിന്റെ റബ്ബ് എടുത്ത സന്ദർഭം മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതഹും ആദമിൻ്റെ മക്കളെ അവരുടെ പിതാക്കളുടെ മുതുകിൽ നിന്ന് അള്ളാഹു എടുത്തു. എന്നിട്ട് അള്ളാഹു ചോദിച്ചു അലസ്തു ബിറബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ഖാലൂ ബലാ ഷഹിദ്നാ അവരെല്ലാവരും പറഞ്ഞു അതെ റബ്ബേ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്തിനാണ്? അൻ തഖൂലു യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ നിങ്ങൾ പറയാതിരിക്കാൻ ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അശ്രദ്ധരായിരുന്നു എന്ന്. ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയാതിരിക്കാൻ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ശിർക്ക് ചെയ്തു. വകുന്ന ദുർരിയതൻ മിൻ ബഅദി ഞങ്ങൾ അവർക്ക് ശേഷം വന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വഇദാ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ഷഹിദ്നാ അന്ന് എല്ലാവരും പറഞ്ഞു അതെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ ഖിയാമത്ത് നാളിൽ നിങ്ങൾ പറയാതിരിക്കാൻ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അശ്രദ്ധരായിരുന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന്. ഔ തഖൂലു അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയാതിരിക്കാൻ ഇന്നമാ അശ്റക ആബാഉന ഞങ്ങൾക്ക് മുമ്പുള്ളവർ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ശിർക്ക് ചെയ്തവരായിരുന്നു. വകുന്നാ ദുർരിയതൻ മിൻ ബഅദിഹിം ഞങ്ങൾ അവർക്ക് ശേഷം വന്ന മക്കൾ മാത്രമാണ്. അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ തെറ്റിൻ്റെ ആളുകൾ പഴയ ആളുകൾ ചെയ്തതിന് നീ ഞങ്ങളെ ശിക്ഷിക്കുകയോ എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ. അഥവാ അള്ളാഹു ഈ കരാർ വാങ്ങിയത് കൊണ്ട് നിർത്തിയിട്ടില്ല. ആ കരാർ വാങ്ങിയതിന് പുറമെ അള്ളാഹു അവൻ്റെ റസൂലുകളെ അയച്ചിരിക്കുന്നു. റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഖദറിൻ്റെ ന്യായം ഒരാൾക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു ആണല്ലോ ഇങ്ങനെ വിധിച്ചത്. മുശ്രിക്കുകൾ പറഞ്ഞല്ലോ ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ശിർക്ക് ചെയ്യില്ലായിരുന്നു. അള്ളാഹു പറഞ്ഞത് അവർക്കതിനെക്കുറിച്ച് വിവരമില്ല. ആ ന്യായം ശരിയാണ്. അള്ളാഹു ഉദ്ദേശിച്ചാതെ അള്ളാഹു ഉദ്ദേശിച്ചവനെ നന്നാവുള്ളൂ, അള്ളാഹു ഉദ്ദേശിച്ചവനെ മോശമാവുള്ളൂ, അതിൽ സംശയമില്ല. പക്ഷേ അള്ളാഹു ഖദർ അതിനെ അവൻ്റെ ശറഅ് കൊണ്ട് നേരിടാനാണ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. ശറഅ് കൊണ്ട് നീ അവൻ്റെ ഖദറിനെ നേരിട്ടാൽ നീ ഖദറിന് പുറത്തു വന്നില്ല. ഖദർ കൊണ്ട് തന്നെയാണ് നീ ഖദറിനെ നേരിട്ടിട്ടുള്ളത്. ശറവും അള്ളാഹിൻ്റെ ഖദർ തന്നെയാണ്, ദീനും അള്ളാഹുവിൻ്റെ ഖദർ തന്നെയാണ്. ഒരാളുടെ വീട്ടിൽ തീ പിടിച്ചു, അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. തീ പിടിച്ചു, അള്ളാഹിൻ്റെ ഖദറാണ്. ഇയാൾ ഓടി രക്ഷപ്പെട്ടു പുറത്തേക്ക്, അത് അള്ളാഹിൻ്റെ ഖദർ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഖദറിൽ തന്നെയാണ് അയാൾ രക്ഷപ്പെട്ടിട്ടുള്ളത്, അള്ളാഹിൻ്റെ ഖദർ മുഖേന. ഖദറാകുന്ന വെള്ളപ്പൊക്കത്തിൽ നീ ശറഇൻ്റെ കപ്പലിൽ കയറി സഞ്ചരിക്കുക. ഇബ്നുൽ ഖയ്യിം പറഞ്ഞ മുൻ്റെ ഉദാഹരണം പറഞ്ഞു, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് അതുണ്ട്. അള്ളാഹു വെള്ളപ്പൊക്കം അത് ഏർപ്പെടുത്തി, വെള്ളപ്പൊക്കം വരുമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എന്താ രക്ഷപ്പെടാനുള്ള വഴി അത് പറഞ്ഞു കൊടുത്തു. എവിടെ? കപ്പലിൽ കയറുക. ഇതന്നെയാണ് അള്ളാഹിൻ്റെ ദീൻ. ഈ ആദ്യത്തെ കൗമിനുണ്ടായ ഈ അനുഭവം ഇതിൽ ദുനിയാവ് ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് പാഠമുണ്ട്. എങ്ങനെ അള്ളാഹിൻ്റെ ഖദറിനെ നേരിടണം, അള്ളാഹിൻ്റെ ശറഇൻ്റെ കപ്പലിൽ കയറുക. അപ്പോൾ മുശ്രിക്കുകൾക്ക് അള്ളാഹ് വിധിച്ചുകൊണ്ടാണ് നമ്മൾ ശിർക്ക് ചെയ്യുന്നത് എന്ന് പറയാൻ ന്യായമില്ല. സഹോദര, അള്ളാഹു റസൂലിനെ അയച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച് അവൻ്റെ നബിമാരെ അയച്ച് കിതാബുകൾ ഇറക്കി എന്ത് ചെയ്യണമെന്ന് റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എന്ത് ന്യായമാണിത്? നീ അത് ചെയ്യാതെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൻ്റെ ഖദറിനെ പിടിച്ച് നിനക്ക് ന്യായം പറയാൻ സാധ്യമല്ല. അത് പാടില്ലാത്തതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കരാർ വാങ്ങിയിട്ടുണ്ട്. മനുഷ്യരോടെല്ലാം അവനനുസരിക്കുമെന്ന് കരാർ വാങ്ങിയിട്ടുണ്ട്. അതാണ് അള്ളാഹു പറഞ്ഞത്, വഖദ് അഖദ മീസാഖക്കും, അവൻ നിങ്ങളോട് കരാർ വാങ്ങിയിരിക്കുന്നു. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ അവൻ നിങ്ങളോട് കരാർ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ട് ഈ ഈമാനിൽ ഉറച്ചു നിൽക്കുകയും ഇത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക. ഹുവല്ലദീ, അവനാകുന്നു യുനസ്സിലു അലാ അബ്ദിഹി, അവൻ്റെ അടിമക്ക് അഥവാ റസൂലിന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആയാസിൻ ബയ്യിനാത്ത്, വ്യക്തമായ ആയത്തുകൾ, ലിയുഖ്രിജക്കും, നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ, മിനദ്ദുലുമാതി, ഇരുട്ടുകളിൽ നിന്ന്, ഇലന്നൂർ, വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക്. ഫഇന്നല്ലാഹ ബിക്കും, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് ലറഊഫുർ റഹീം, ഏറെ ദയവുള്ളവനും റഹ്മത്തുള്ളവനും കാരുണ്യമുള്ളവനും തന്നെയാണ്. അവൻ്റെ റഹ്മത്ത് കൊണ്ടാണ് അവൻ റസൂലിനെ നമ്മിലേക്ക് അയച്ചത്. ഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അള്ളാഹു മുഅ്മിനുകളോട് വലിയ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു ഒരു റസൂലിനെ അവരിലേക്ക് നിയോഗിച്ചപ്പോൾ. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് അള്ളാഹു നമുക്ക് ചെയ്ത വലിയ നിഅമത്താണ്. എന്തിനു വേണ്ടിയാണ്? ഇരുട്ടുകളിൽ നിന്ന് നമ്മെ പ്രകാശത്തിലേക്ക് രക്ഷപ്പെടുത്താൻ. ഇരുട്ടുകൾ ഏതാ? അള്ളാഹുവിൻ്റെ ദീനല്ലാത്തതെല്ലാം. നോക്കൂ, ഇരുട്ടെന്നത് അള്ളാഹു ബഹുവചനമാണ് പ്രയോഗിച്ചത്, ദുലുമാറ്റ്, ഇരുട്ടുകൾ. എന്നാൽ പ്രകാശം എന്നതിന് ഒറ്റ വാക്കാണ്, നൂർ. നൂറിന് അറബിയിൽ ജംഉണ്ട്, ബഹുവചനമുണ്ട്, അൻവാർ. പക്ഷേ നൂർ ഏകവചനമാണ് പറഞ്ഞത്. ഇരുട്ടുകളോ അത് ബഹുവചനമാണ്, ദുലുമാറ്റ്. ഒറ്റ ഇരുട്ടാണ്, ദുൽമത്തുൻ എന്നാണ് പറയുക. ദുലുമാറ്റ് കാരണം ഇരുട്ടുകൾ ഒരുപാടുണ്ട്. അള്ളാഹുവിൻ്റെ ദീനല്ലാത്തതെല്ലാം ഇരുട്ടാണ്. കൂഫറിൻ്റെ ഏതേത് മാർഗങ്ങളുണ്ടോ, ശിർക്കിൻ്റെ ഏതേത് വഴികളുണ്ടോ, അതെല്ലാം ഇരുട്ടുകളാണ്. അതിൽ നിന്നെല്ലാം ഈ പ്രകാശം, അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ അള്ളാഹു അവൻ്റെ അബ്ദായ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ വ്യക്തമായ ആയത്തുകൾ അവതരിപ്പിച്ചിരിക്കുന്നു. വഇന്നല്ലാഹ ബിക്കും ലറഊഫുർ റഹീം, അള്ളാഹു നിങ്ങളോട് റഅഫത്തുള്ളവരാണ്, ഏറെ ദയയുള്ള റഊഫാണ്, ഏറെ റഹ്മത്തുള്ള റഹീമാണ്. എന്താണ് വ്യക്തമായ തെളിവുകൾ എന്നാൽ? ഇബ്നു കസീർ പറഞ്ഞു, ഹുജ്ജജൻ വാദിഹാത്ത് വദലായില ബാഹിറാത്ത് വബറാഹീന ഖാതിആത്ത്, വ്യക്തമായ തെളിവുകൾ, ഖണ്ഡിതമായ രേഖകൾ, സുവ്യക്തമായ തെളിവുകൾ. ലിയുഖ്രിജക്കും മിന ദുലുമാതി ഇലന്നൂർ, നിങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ. മിൻ ദുലുമാതിൽ ജഹ്ലി, വിവരക്കേടിൻ്റെ, വൽ കുഫ്രി, കുഫറിൻ്റെ, വൽ ആറായി, പലവിധ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇവൻ്റെ റഅയി ഇങ്ങനെയാണ്, അയാളുണ്ടാക്കിയ പ്രത്യയശാസ്ത്രം ഇങ്ങനെ, മറ്റവൻ്റെതിങ്ങനെ, ഇവൻ്റെതിങ്ങനെ. അൽ മുതദാദ്ദ, പരസ്പരം വിഭിന്നങ്ങളായ വിരുദ്ധമായ ഇരുട്ടുകളിൽ നിന്ന് ഇലാ നൂരിൽ ഹുദാ വൽ യഖീനി വൽ ഈമാൻ, സന്മാർഗത്തിൻ്റെ, യഖീനിൻ്റെ, ദൃഢവിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ വെളിച്ചത്തിലേക്ക് അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഈ ആയത്തുകൾ അവതരിപ്പിച്ചത്. വഇന്നല്ലാഹ ബിക്കും ലറഊഫുർ റഹീം, ഐ ഫി ഇൻസാലിഹിൽ കുതുബ് വഇർസാലിഹിർ റുസുൽ ലിഹിദായത്തിൻ നാസി വഇസാഹത്തിൽ ഇലലി വഇസാലത്തി ശുബഹ്. അള്ളാഹു കിതാബുകളെ ഇറക്കി, റസൂലുകളെ അയച്ചു. എന്തിനു വേണ്ടി? ജനങ്ങളെ ഹിദായത്തിലാക്കാൻ, എല്ലാവിധ ദുർന്യായങ്ങളും ശുഭത്തുകളും സംശയങ്ങളും നീക്കിക്കളയാൻ. ഇതവൻ ചെയ്തത് നമ്മളുള്ള റഅഫത്തും റഹ്മത്തും കൊണ്ടാണ്. നോക്കൂ, അള്ളാഹു തൗഹീദിന് വ്യക്തമായ തെളിവുകൾ അവൻ്റെ കിതാബിൽ അവതരിപ്പിച്ചു. അള്ളാഹുവിൻ്റെ ഖുർആൻ മുഴുവൻ തൗഹീദിനുള്ള തെളിവുകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് മുഴുവൻ തൗഹീദാണ്, ശിർക്കിനെതിരാണ്. അള്ളാഹുവിൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ ഖുർആനിൽ എങ്ങനെ ശിർക്കിന് തെളിവുണ്ടാവും? ആ റസൂലുള്ളാഹിന്റെ വാക്കിൽ എങ്ങനെ ശിർക്കിന് തെളിവുണ്ടാവും? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചതാണ് ഔലിയാക്കളെ അമ്പിയാക്കളെയും വിളിക്കാൻ ഇല്ല. അതാണ് മറ്റുള്ള ദീനും ഈ ദീനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഏതെങ്കിലും ഈ ഖബർ ആരാധകരായ ആളുകൾ കൊണ്ടുവരുന്ന തെളിവുകൾ, അവരെ തെളിവ് നോക്കിക്കോളൂ, അങ്ങേയറ്റം ദുർബലമായിരിക്കും. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലോ അറിയപ്പെട്ട ഹദീസിൻ്റെ കിതാബുകളിലോ ഉള്ളതല്ല അവർ കൊണ്ടുവരിക. ഏതെങ്കിലും ചരിത്രത്തിലൊരു വാൽക്കഷ്ണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇവരാ ഈ കൊണ്ടു നടക്കുന്ന ദീനിന് മുഴുവൻ തെളിവ് ഇതാണോ എന്ന് ബുദ്ധിയുള്ളവർ ചോദിച്ചു പോകുന്ന അങ്ങനെയുള്ള വാൽക്കഷ്ണങ്ങൾ, അതെല്ലാം ബാത്തിലായ കാര്യങ്ങളാണ്. ഖുർആനിൻ്റെ വ്യക്തമായ നൂർ അത് നമ്മൾ സ്വീകരിക്കുക.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ വാക്കുകൾ അത് നമ്മൾ സ്വീകരിക്കുക. അതിനെതിരായി വരുന്നതേതും തെറ്റാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനെതിരായി വരുന്നതേതും തെറ്റായേ തീരുകയുള്ളൂ. അതൊരിക്കലും ശരിയാകാൻ വഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാനും ഈ ദീനിലായി മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.